കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും ജനങ്ങളെ വേദനിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നർമ്മഭാഗങ്ങളും കാണുമ്പോഴും ചിരിയിലുപരി അത് വലിയ വേദന നൽകിക്കൊണ്ടിരിക്കുന്നു. നവാസ് മികച്ച വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്നതുകൊണ്ടാണ് ഈ വിയോഗം ഒട്ടേറെ പേരെ ഇപ്പോഴും വേദനിപ്പിക്കുന്നത്. ആരോടും സൗമ്യമായി പെരുമാറുന്ന നവാസ് ഒരു വേളയിൽ തീരാ നോവായി മാറി. നെഞ്ചിലൊരു നീറ്റൽ സമ്മാനിച്ച് പെട്ടെന്നൊരു നാൾ യാത്രയായ കലാഭവൻ നവാസ് മലയാളികൾക്ക് ഈ നിമിഷത്തിലും തീരാ നോവാണ് ആ കലാകാരൻ സമ്മാനിക്കുന്നത്. ചിരിയും ചിന്തയും ഒരു പിടി നല്ല ഓർമ്മകളും നൽകി വിട പറഞ്ഞ നവാസിനെ കുറിച്ച് വികാരനിർഭരമായി കുറിക്കുകയാണ് MP അബ്ദുസ്സമദ് സമദാനി. നവാസിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പും സമദാനി പങ്കുവെച്ചു. ഡൽഹിയിലേക്കുള്ള യാത്രാമധ്യേ ഇന്ന് ആലുവയിൽ പോയി വിട പറഞ്ഞു പോയ കലാഭവൻ നവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മ അടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അസാധാരണമായ തൻ്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല, വ്യക്തിപരമായ സ്വഭാവ മഹിമ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നവാസ്. ഈ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നേരമത്രയും നന്മകളിൽ കുതിർന്നതും ഹൃദയ വികാരങ്ങൾ കലർന്നതുമായ സവിശേഷ സന്ദർഭമായിരുന്നു. വിട പറയുമ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിന്റെ വ്യക്തിത്വത്തിന്റെ വെണ്മയായിരുന്നു. സദാ മന്ദസ്മിതം തൂകിയും കഴിയുന്നത്ര മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സർവോപരി തന്റെ വ്യക്തി ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മനിഷ്ഠ പുലർത്തി കടന്നുപോയ ഒരു കലാകാരന്റെ ഈ ദൃശ്യ നന്മകൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾ ചർച്ച ചെയ്യുന്നതും അവരെ ആകർഷിച്ചതും സ്വാഭാവികം. നവാസിന്റെ ജ്യേഷ്ഠനായ നിയാസ് ബക്കർ അകാലത്ത് പിരിഞ്ഞുപോയ അനുജന്റെ വിവരങ്ങൾ കഥനത്തോട് വിവരിച്ചു കൊണ്ടിരുന്നു. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സഹോദരന്മാരുടെ മാതാവും അവരുടെ വിശ്വാസദാർഢ്യവും ഭക്തിസാന്ദ്രമായ ഹൃദയ വികാരങ്ങളുമാണ്. ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവരാനും കൂടെ ഇരുത്താനും താല്പര്യപ്പെടുകയായിരുന്നു ആ മാതാവ്. തൻ്റെ മകന്റെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവർ കരഞ്ഞു, എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയുടെയും കർത്തവ്യബോധത്തിൻ്റെയും വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി. എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നവൻ തന്നെയാണ് അവനെ കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തിലേക്കും മാത്രമായി തീർന്നു. അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പലതവണ എൻ്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നും പോയുമിരുന്നു. പ്രിയപുത്രൻ വിട പറഞ്ഞു പോയ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെയും സ്വന്തത്തെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുന്ന ഈ മാതാവ് ഒരർത്ഥത്തിൽ അവർ ജീവിച്ചിരിക്കെ അവരോടും ഈ ലോകത്തോടും വിട പറഞ്ഞു പോയ മകൻ വിയോഗവും സവിശേഷം തന്നെ. ഇരുവർക്കുമിടയിൽ നിലകൊണ്ട് എൻ്റെ മനസ്സ് തേങ്ങുന്നു. അതിനിടയിൽ ഈ കുട്ടികളുടെ പിതാവായ തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ട സന്ദർഭം അവർ എന്നോട് വിവരിച്ചു. തിരക്കുകൾക്കിടയിൽ അവർ വീട്ടിലെത്തിയതായിരുന്നു. എന്തോ ഒരു ക്ഷീണത്തിൽ നീണ്ടു നിവർന്നു കിടന്നു. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ച സഹധർമ്മിണിയോട് അത് വേണ്ടെന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞു, ഇനി നീ കുറെ ആളുകളെ വിളിച്ചു കൂട്ടിക്കോ. അന്ത്യശ്വാസം നെഞ്ചിൽ വന്നു നിന്ന് കാണണം. അദ്ദേഹം കണ്ണടച്ച് കിടന്നു. കഥനഭാരത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കാനും അവർ തുനിഞ്ഞു. എൻ്റെ കുട്ടി പോയ സമയത്താണെങ്കിലും നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ നിയാസ് പറയുകയായിരുന്നു, ഉമ്മ എത്രയോ കാലമായി സമദാനി സാഹിബിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളാണ്. അപ്പോഴും അവരുടെ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ ചെന്നു തട്ടി. എൻ്റെ കുട്ടി പേരക്കുട്ടികളുടെ പിതാവായ മകനും മാതാവിന് എക്കാലത്തും കുട്ടി തന്നെയാകുന്നു. പ്രിയപ്പെട്ട നവാസിന് അള്ളാഹു പുറത്തു നൽകട്ടെ. അവൻ്റെ രക്ഷയും തൃപ്തിയും ഏറ്റി നൽകട്ടെ.